കോഴി കൂവുന്നതിനും കാക്ക കരയുന്നതിനു മുൻപേ അടുക്കളയിലെ തണുത്ത ഈർപ്പമുള്ള തറയിൽ വിരിച്ചുവെച്ച കീറിയ പായയിൽ മാളവിക കണ്ണു തുറന്നു. പുറത്തപ്പോഴും രാത്രിയുടെ അവസാനയാമം കഴിഞ്ഞിരുന്നില്ല. അടുക്കളപ്പുറത്തെ കിണറ്റുകരയിലെ ചീവീടുകളുടെ ശബ്ദവും അകലെ അമ്പലത്തിൽ നിന്നുള്ള നേർത്ത ഭജനയും അന്തരീക്ഷത്തിൽ തങ്ങിനിന്നു. അവൾ എഴുന്നേൽക്കാൻ ശ്രമിച്ചു. വലതുകാൽ തറയിൽ കുത്തുമ്പോൾ മരവിപ്പിനോടൊപ്പം ഒരു സൂചി കുത്തുന്ന വേദന ഞരമ്പുകളിലൂടെ അരിച്ചുകയറി. പതിവുപോലെ ആ വേദന അവളെ ഓർമ്മിപ്പിച്ചു. നീ മറ്റുള്ളവരെപ്പോലെയല്ല, നീ അപൂർണയാണ്. അവളുടെ ലോകം ആ അടുക്കളയിലും അതിനോട് ചേർന്ന വിറകുപുരയിലും ഒതുങ്ങിയിരുന്നു. കരിയും പുകയും മണക്കുന്ന ആ ഇടുങ്ങിയ ലോകത്തിനപ്പുറം വീടിന്റെ മുൻവശത്തെ മുറികളോ വെളിച്ചം വീഴുന്ന പൂമുഖമോ അവൾ കന്യമായിരുന്നു. അതിഥികൾ വന്നാൽ അവൾ വിറകുപുരയിലെ ഇരുട്ടിൽ പഴയ തടിയുരുപ്പടികൾക്കിടയിൽ ഒളിച്ചിരിക്കണം. അതായിരുന്നു ആ വീട്ടിലെ അലിഖിത നിയമം. എടി ശവമേ, എഴുന്നേറ്റില്ല ഇതുവരെ? വെയില് പുരപ്പുറത്ത് കയറിയിട്ടും കിടന്നുറങ്ങുന്നോ, നശിച്ച ജന്മം? അമ്മ സാവിത്രിയുടെ അലർച്ച വെളുപ്പാങ്കാലത്തിന്റെ നിശബ്ദതയെ കീറിമുറിച്ചു. മാധവിക ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. വല്ലതും തിളപ്പിച്ചോടി അടുപ്പത്ത്, അതോ അതും ഞാൻ തന്നെ വന്നു വെക്കണോ? മുറ്റത്ത് പാത്രങ്ങൾ വലിച്ചെറിയുന്ന ഒച്ചയ്ക്കൊപ്പം അടുത്ത ശരാരം വന്നു. മാളവിക വേച്ചുവേച്ച് അടുക്കള ചുമരിൽ പിടിച്ചുകൊണ്ട് നടന്നു. തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുമ്പോൾ കണ്ണാടി നോക്കാൻ അവൾക്ക് ധൈര്യമുണ്ടായിരുന്നില്ല. നിന്റെ ഒരു മുടന്തൻ കാലും വെച്ചൊരു വരവ്, അത് കണ്ടോണ്ടാ ഇന്നലെയും നിന്റെ തന്ത കുടിച്ചു കൂത്താടി വന്നത്. അമ്മ സാവിത്രി അടുക്കളയിലേക്ക് പാഞ്ഞുകയറി. എന്റെ മൂത്ത മോനെ തിന്നതും പോരാഞ്ഞിട്ട് കുടുംബം മുടിക്കാനായിട്ടുണ്ടായ ജന്തു, നിന്നെ പ്രസവിച്ച നേരത്തെയാണ് എന്റെ ശാപം തുടങ്ങിയത്. മാളവികയുടെ കണ്ണു നിറഞ്ഞു. മരിച്ചുപോയ ചേട്ടന്റെ ഒരു ചിത്രം പോലും ആ വീട്ടിലില്ല. അവൾ ജനിക്കുന്നതിനു മുൻപേ അസുഖം വന്നു മരിച്ചതാണ്. പക്ഷേ സാവിത്രിയുടെ കണക്ക് പുസ്തകത്തിൽ ആ മരണത്തിന്റെ ഉത്തരവാദിത്തം മാളവികയ്ക്കായിരുന്നു. അച്ഛൻ രാഘവന്റെ മദ്യപാനത്തിനും കുടുംബത്തിന്റെ വർദ്ധിച്ചുവരുന്ന കടങ്ങൾക്കും, എന്തിന് മുറ്റത്തെ മാവിൽ മാങ്ങ കുറഞ്ഞതിന് വരെ കാരണം മാളവികയുടെ ദോഷമായിരുന്നു. അവൾ മിണ്ടാതെ കരിപിടിച്ച പാത്രത്തിൽ കഞ്ഞിക്ക് വെള്ളം വെച്ചു. അവളുടെ കണ്ണുനീരാരും കാണാതെ അടുപ്പിലെ തീയിലേക്കിറ്റു വീണു. 11 മണിയോടെയാണ് അശ്വതിയുടെ മുറിയുടെ വാതിൽ തുറന്നത്. സാവിത്രിയുടെ ഇളയമകൾ, അതീവ സുന്ദരി. വെട്ടിത്തിളങ്ങുന്ന ചർമ്മവും ഇടുപ്പൊപ്പമെത്തുന്ന കറുത്ത മുടിയുമുള്ള അശ്വതി ആ വീട്ടിലെ ഐശ്വര്യമാണെന്ന് സാവിത്രി എപ്പോഴും പറയുമായിരുന്നു. അവൾക്ക് മാളവിക സ്വന്തം ചോരയാണെന്ന പരിഗണന പോലുമില്ലാത്ത വെറുമൊരു വേലക്കാരി മാത്രമായിരുന്നു. എന്റെ ചായ എവിടെ? തലവേദനിച്ചിട്ട് വയ്യ, അവൾ കൊട്ടുവായിട്ടുകൊണ്ട് അലസമായി പറഞ്ഞു. മാളവിക തിളപ്പിച്ച ചായ പൊട്ടിയ ഒരു കോപ്പ ഗ്ലാസിൽ പകർന്ന് അവൾക്ക് നേരെ നീട്ടി. അശ്വതി ആ ഗ്ലാസ്സിലേക്ക് മാളവികയുടെ മുഖത്തേക്ക് മാറി മാറി നോക്കി. ഈ വൃത്തികെട്ട ഗ്ലാസ്സിലാണോ എനിക്ക് ചായ തരുന്നത്? നിനക്കൊരു വിവരവും വെക്കില്ലേ? പോയി അമ്മയുടെ മുറിയിലെ ചില്ല് ഗ്ലാസ് എടുത്തോണ്ടു വാ. മാളവിക മറുത്തൊന്നും പറയാതെ വേച്ചു നടന്ന് ഗ്ലാസ് മാറ്റിക്കൊണ്ടുവന്നു. പിന്നെ അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഇന്ന് ആരുടെയും കൺമുന്നിൽ നിന്റെ ഈ വൃത്തികെട്ട മുഖം കണ്ടുപോകരുത്, പ്രത്യേകിച്ച് പെണ്ണ് കാണാൻ വരുന്നവരുടെ മുന്നിൽ. വല്ലയിടത്തും പോയി ഒളിച്ചിരുന്നോണം. നിന്റെ മുടന്ത് കണ്ടവർ വേണ്ടെന്ന് വെച്ചാൽ അമ്മ നിന്നെ കൊന്നുകളയും. മാളവിക തലകുനിച്ച് തലയാട്ടി. ഇന്ന് അശ്വതിയെ പെണ്ണ് കാണാൻ വരുന്ന ദിവസമാണ്. വലിയ പുള്ളാരാ, ടൗണിൽ വലിയ ടെക്സ്റ്റൈൽ ബിസിനസ്സാ, കോടീശ്വരന്മാരാണെന്ന ബ്രോക്കർ പറഞ്ഞത്. ഈ ഒറ്റ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ രക്ഷപ്പെട്ടു. അശ്വതി സ്വീകരണമുറിക്കിലെ പൊടിപിടിച്ച കണ്ണാടിക്കു മുന്നിൽ നിന്ന് തന്റെ മുടി ഒതുക്കിക്കൊണ്ട് പറഞ്ഞു. അവളുടെ ചിന്തകളിൽ പണവും പട്ടുവസ്ത്രങ്ങളും സ്വർണ്ണാഭരണങ്ങളും മാത്രമായിരുന്നു. അപ്പോൾ അങ്ങോട്ട് അമ്മ വന്നു. മോള് പോയി ഒരുങ്ങിക്കോ, ഞാൻ വെള്ളം വെച്ചിട്ടുണ്ട്. ആ മഞ്ഞപ്പട്ട് സാരി ഉടുത്താൽ മതി. ശങ്കരൻ ബ്രോക്കർ പറഞ്ഞിട്ടുണ്ട്. ചെക്കന് കുറച്ചു പ്രായമുണ്ട്, 40 വയസ്സ്. പക്ഷെ കോടീശ്വരനാണ്. നിന്റെ സൗന്ദര്യത്തിൽ അയാൾ വീഴും. പിന്നെ നമ്മൾക്കിങ്ങനെ കഷ്ടപ്പെടേണ്ട. അമ്മയും മകളും പരസ്പരം ചിരിച്ചു. ആ ചിരിയുടെ പ്രകാശം അടുക്കളയിലെ ഇരുട്ടിൽ കരിപുരണ്ട ചുമരിൽ ചാരി നിന്ന മാളവികയുടെ അടുത്തേക്ക് എത്തിയില്ല. തന്റെ വൈകല്യത്തെക്കുറിച്ച് മാളവിക ഓർത്തു. ഓർമ്മ വെച്ച കാലം മുതൽക്കേ അവൾ ഇങ്ങനെയാണ്. പക്ഷെ സാവിത്രിയുടെ കുത്തുവാക്കുകളിൽ നിന്ന് അവൾക്കറിയാമായിരുന്നു ഇതവൾക്ക് ജന്മനാ ഉണ്ടായിരുന്നതല്ലെന്ന്. 5ഓ 6ഓ വയസ്സുള്ളപ്പോഴായിരുന്നു അത്. എന്തോ ഒരു പനി. അന്ന് രാത്രി മുഴുവൻ അവൾ കിടന്നു വിറച്ചു. അച്ഛൻ രാഘവൻ അന്ന് മദ്യപിച്ചിരുന്നില്ല. കുട്ടിക്ക് തീ പോലെ പൊള്ളുന്നു സാവിത്രി, നമുക്ക് ടൗണിലെ ആശുപത്രിയിൽ കൊണ്ടുപോകാം,
എന്നച്ഛൻ വെപ്രാളത്തോടെ പറഞ്ഞത് അവൾക്ക് നേരിയ ഓർമ്മയുണ്ട്. വേണ്ട, ഇത് കണ്ണേറ് കെട്ടിയതാ. നമ്മുടെ അശ്വതിമോളുടെ സൗന്ദര്യം കണ്ടിട്ട് ആളുകൾ അസൂയ വെച്ചതാ. അതിന്റെ ദോഷം മൂത്തവൾക്ക് തട്ടി. നാളെ ഞാൻ മുല്ലശ്ശേരിയിലെ ആറ്റക്കയെ പോയി കാണാം. 3 നേരം ഒഴിഞ്ഞാൽ മാറും. ആശുപത്രിയിലെ പണച്ചെലവും ടൗണിലേക്കുള്ള യാത്രയുമായിരുന്നു അവരുടെ മനസ്സിൽ. പക്ഷെ ആ ഒറ്റ രാത്രി മതിയായിരുന്നു. പനി തലച്ചോറിൽ കയറി. ദിവസങ്ങൾ കഴിഞ്ഞു. പനി മാറിയപ്പോൾ അവളുടെ വലതുകാലിന്റെ ചലനശേഷി പകുതിയായി കുറഞ്ഞു. ദൈവദയോപം, അല്ലാതെന്താ, നാട്ടുകാർ പരസ്പരം പറഞ്ഞു. പക്ഷെ സാവിത്രിയുടെ ഉള്ളിനുള്ളിൽ അറിയാമായിരുന്നു, അത് തന്റെ അനാസ്ഥയാണെന്ന്. ആ കുറ്റബോധമാണ് പിന്നീട് മാളവികയോടുള്ള അടങ്ങാത്ത പകയായി മാറിയത്. സ്വന്തം തെറ്റുമറയ്ക്കാൻ അവർ മകളുടെ വൈകല്യത്തെ ഒരു ശാപമായി മുദ്രകുത്തി. ആ ശാപത്തിന്റെ ഭാരം ചുമന്നാണ് മാളവിക വളർന്നത്. ഉച്ചയ്ക്കൊരു മണിയോടെയാണ് ബ്രോക്കർ ശങ്കരൻ ഒരു പഴയ സ്കൂട്ടറിൽ കിതച്ചെത്തിയത്. വിയർപ്പു തുടച്ചുകൊണ്ടയാൾ സാവിത്രിയോട് പറഞ്ഞു, സാവിത്രി, ഞാൻ പറഞ്ഞില്ലേ, വമ്പൻ സ്രാവാ. മാധവ് ടെക്സ്റ്റൈൽ ഉടമ, ഒറ്റ മോനാ. അച്ഛൻ മരിച്ചു, അമ്മയും അനിയത്തിയും മാത്രം. ബിസിനസ് തിരക്കിൽപ്പെട്ട് കല്യാണം നീണ്ടുപോയതാ. 40 ആണെങ്കിലും കണ്ടാൽ 30 പറയൂ. പണത്തിനൊരു കുറവുമില്ല. അവര് വരാറായി. കൃത്യം 3 മണിക്കെത്തും. എല്ലാം ഒരുക്കിയിട്ടില്ലേ? ശങ്കരൻ വീടിനു ചുറ്റും സംശയത്തോടെ നോക്കി. എല്ലാം റെഡി, പലഹാരമൊക്കെ ഉണ്ടാക്കി. സാവിത്രി ചിരിച്ചു. അശ്വതിമോളെ അണിയിച്ചൊരുക്കിയിട്ടുണ്ട്. ചെക്കന്റെ അമ്മ ശോഭന ഒരു പാവമാണ്. അനിയത്തി പ്രിയ കോളേജിൽ പഠിക്കുന്നു. അവർക്ക് അന്ധവിശ്വാസത്തിലൊന്നും വലിയ താൽപ്പര്യമില്ല. നല്ല മനുഷ്യരാ. പെണ്ണിനെ ഇഷ്ടപ്പെട്ടാൽ മതി, ബാക്കി ഞാൻ ഏറ്റോളാം. ശങ്കരൻ ഉറപ്പിച്ചു. അശ്വതിയെ ഇഷ്ടപ്പെടാതിരിക്കുമോ? സാവിത്രിയുടെ മുഖത്ത് ആത്മവിശ്വാസം നിറഞ്ഞു. അതിഥികൾ വരാൻ മിനിറ്റുകൾ മാത്രം ബാക്കി. വീട് മുഴുവൻ ചന്ദനത്തിരിയുടെയും ഉണ്ണിയപ്പത്തിന്റെയും മണം നിറഞ്ഞു. മുൻവശത്തെ മുറിയിലെ പൊടി തട്ടി ഭംഗിയുള്ള വിരിപ്പുകൾ വിരിച്ചിരുന്നു. സാവിത്രി അവസാനവട്ട ഒരുക്കങ്ങൾക്കായി അടുക്കളയിലേക്ക് പാഞ്ഞുവന്നു. മാളവിക അപ്പോൾ നിലം തുടയ്ക്കുകയായിരുന്നു. എടീ, അവൾ പല്ലിറുമ്മി. അവളുടെ ശബ്ദം പാമ്പിന്റെ ചീറ്റൽ പോലെയായിരുന്നു. ഇനി നിന്നെ ഈ വീട്ടിന്റെ മുൻവശത്ത് കണ്ടുപോകരുത്. ഒരു ശബ്ദവും പുറത്തിരാൾക്കരുത്. അവര് പോകുന്നതുവരെ വിറകുപുരയിൽ കഴിഞ്ഞോണം. നിന്റെ മുടന്തൻ കാലുവെച്ച് മുറ്റത്തിറങ്ങിയാൽ നിന്റെ മറ്റേ കാലും ഞാൻ തല്ലിയൊടയ്ക്കും. കേട്ടല്ലോ? മാളവിക കണ്ണുനീരോടെ തലയാട്ടി. അവൾ മെല്ലെ പിൻവാതിലിലൂടെ നനഞ്ഞ മണ്ണിൽ ചവിട്ടി വിറകുപുരയുടെ ഇരുട്ടിലേക്ക് നടന്നു. വിറകിന്റെയും ചിലന്തിവലയുടെയും എലിയുടെ കാഷ്ടത്തിന്റെയും ഗന്ധമുള്ള ആ ഇരുണ്ട മുറിയിൽ അവൾ ഒതുങ്ങിക്കൂടിയിരുന്നു. പുറത്തൊരു വലിയ കാർ വന്ന് നിൽക്കുന്ന ശബ്ദം അവൾ കേട്ടു. വെള്ളി നിറത്തിലുള്ള ഒരു ആഡംബര കാറിൽ നിന്ന് മാധവനിറങ്ങി. അപ്പം വെളുത്ത ഖാദി സാരിയുടുത്ത അമ്മ ശോഭനയും ചുരിദാരിട്ട അനിയത്തി പ്രിയയും. പണത്തിന്റെ അഹങ്കാരമില്ലാത്ത പക്വതയുള്ള മുഖങ്ങൾ. ബിസിനസ് തിരക്കിനിടയിൽ ജീവിതം മറന്നുപോയി. മാധവൻ കാറിൽ വെച്ച് അമ്മയോട് പറഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ, എനിക്ക് വേണ്ടത് പണമല്ല അമ്മേ, പരസ്പരം സ്നേഹമുള്ള മനസ്സമാധാനമുള്ള ഒരു കുടുംബമാണ്. അശ്വതി മഞ്ഞപ്പെട്ട് സാരിയിൽ അതിമനോഹരമായി അണിഞ്ഞൊരുങ്ങിയിരുന്നു. അവൾ ചായക്കപ്പുകളുമായി നാണത്തോടെ തലകുനിച്ച് അതിഥികൾക്ക് മുന്നിലേക്ക് വന്നു. മാധവ് അവളെ നോക്കി. സുന്ദരിയാണ്, സംശയമില്ല. പക്ഷെ ആ സൗന്ദര്യത്തിൽ എന്തോ ഒരു ജീവനില്ലാത്തതുപോലെ തോന്നി. ശോഭന സ്നേഹത്തോടെ ചോദിച്ചു, മോളെന്താ പഠിച്ചത്? ഡിഗ്രി കഴിഞ്ഞു ആണ്ടി. അശ്വതി മധുരമായി ചിണുങ്ങി. എന്താ മോളുടെ ഹോബികൾ? എന്താവാനാണ് ആഗ്രഹം? അത് എനിക്ക് ഷോപ്പിംഗ് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ സിനിമ കാണും, പുതിയ ഫാഷൻ നോക്കും, പിന്നെ കല്യാണം കഴിഞ്ഞ് നല്ലപോലെ ജീവിക്കണം. അവൾ ചിരിച്ചു. മാധവ് വെറുതെ പുഞ്ചിരിച്ചു. അവളുടെ ഉത്തരങ്ങളിലെ പൊള്ളത്തരം അയാൾ തിരിച്ചറിഞ്ഞിരുന്നു. അയാളുടെ കണ്ണുകൾ അപ്പോഴേക്കും ആ വീട്ടിന്റെ അവസ്ഥ ശ്രദ്ധിച്ചിരുന്നു. മുൻവശം മോടി പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ചുമരുകളിലെ വിള്ളലുകളും അകത്തെ മുറികളിലെ ഇരുട്ടും അയാൾ ശ്രദ്ധിച്ചു. വീട്ടിൽ എന്തോ ഒരു പൊരുത്തക്കോടിയുള്ളതുപോലെ. ശോഭനയും അതെല്ലാം നിശബ്ദമായി നിരീക്ഷിക്കുകയായിരുന്നു. സംസാരം മുറുകുന്നതിനിടയിൽ നാഥവിന്റെ ഫോൺ റിങ് ചെയ്തു. ഒരു പ്രധാനപ്പെട്ട ബിസിനസ് കോളാണ്. ബോംബെയിലെ മാനേജറാണ്. ഒരു നിമിഷം എന്ന് അയാൾ ക്ഷമാപണത്തോടെ എഴുന്നേറ്റു. ഇതൊരു പ്രധാനപ്പെട്ട കോളാണ്. ഇവിടെ സിഗ്നൽ കുറവാണ്. ഞാൻ മുറ്റത്ത് നിന്ന് സംസാരിക്കാം. അയാൾ മുറ്റത്തെ മാവിൻ ചുവട്ടിലേക്ക് മാറി നിന്നു. ഫോണിൽ സംസാരിക്കുമ്പോഴും അയാളുടെ ശ്രദ്ധ വീടിന്റെ വശത്തേക്കായിരുന്നു. അപ്പോഴാണ് അടുക്കള ഭാഗത്തുനിന്ന് ഒരു സ്റ്റീൽ പാത്രം ശക്തിയായി നിലത്തു വീണ് ഉടയുന്ന ശബ്ദം കേട്ടത്. അതിലും ഉച്ചത്തിൽ സാവിത്രിയുടെ ക്രൂരമായ ശബ്ദം. നശിക്കു പോകാനായിട്ട് ഒരു ചായ തന്നെയല്ലേ നിന്നോട് എടുക്കാൻ പറഞ്ഞത്? അതും തട്ടിമറിച്ചിട്ടോ? അതിഥികൾക്ക് കൊടുക്കാനുള്ളതാ. നിന്റെ മുടന്തൻ കാലുവെച്ചാണോ നീ അത് കൊടുക്കാൻ വരുന്നത്? അശുദ്ധം, ശവം.
മാളവികയുടെ കണ്ണങ്ങൾ കൈയും ഫേസിലേക്ക് മാറി മാറി നോക്കി. അമ്മേ, ഞാൻ കൈ തട്ടി. മാളവികയുടെ നേർത്ത വിറയാർന്ന ശബ്ദം. മിണ്ടിപ്പോകരുത്. പടക്കം എന്നൊരു ശബ്ദം. അത് കൈവെള്ള മുഖത്ത് പതിക്കുന്നതിൻ്റെയായിരുന്നു, അത്രയും ഉച്ചത്തിൽ. മാളവികയുടെ അടക്കിപ്പിടിച്ച കരച്ചിൽ മാധവ് വ്യക്തമായി കേട്ടു. ഫോൺ സംഭാഷണം നിർത്തി അയാൾ സ്തബ്ധനായി നിന്നു. അയാളുടെ രക്തം തിളയ്ക്കുന്നത് പോലെ തോന്നി. അയാൾ അറിയാതെ അടുക്കളയുടെ പിൻവശത്തുള്ള പൊളിഞ്ഞ ജനലിനടുത്തേക്ക് നീങ്ങി. കവിളിൽ കൈപൊത്തി നിലത്ത് ചിതറിയ ചായയും ഗ്ലാസ് കഷ്ണങ്ങൾക്കുമിടയിലിരുന്ന് കരയുന്ന മാളവിക, അവളുടെ മുഷിഞ്ഞ പാവാട, കണ്ണുകളിലെ ഭയം, ക്രോധം കൊണ്ട് വിറച്ചു നിൽക്കുന്ന സാവിത്രി. അവര് പോയിട്ട് നിന്റെ കാര്യം ഞാൻ നോക്കുന്നുണ്ട്, നിന്റെ ഈ മുടന്ത് ഞാൻ ശരിയാക്കിത്തരാം, സാവിത്രി അലറി. മാളവികയുടെ ആ നിസ്സഹായതയും കണ്ണുനീരും ഭയവും മാധവിന്റെ മനസ്സിൽ ഒരു മുറിവുപോലെ ആഴത്തിൽ പതിഞ്ഞു. താൻ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദയനീയമായ, ഏറ്റവും വേദനാജനകമായ കാഴ്ചയായിരുന്നു അത്. മാധവ് തിരികെ സ്വീകരണമുറിയിലേക്ക് വന്നു. അയാളുടെ മുഖം ഗൗരവപൂർണമായിരുന്നു. നമുക്കിറങ്ങാം അമ്മേ, എന്നയാൾ പറഞ്ഞു. സാവിത്രിയും അശ്വതിയും ഞെട്ടി. അപ്പോഴേക്കും പലഹാരം കഴിച്ചില്ലല്ലോ. ഞങ്ങൾക്ക് കുറച്ച് തിരക്കുണ്ട്, ഞങ്ങൾ പിന്നീട് വിവരമറിയിക്കാം, മാധവ് തണുപ്പൻ മട്ടിൽ പറഞ്ഞു. യാത്രയിലുടനീളം കാറിൽ നിശബ്ദതയായിരുന്നു. പ്രിയ എന്തോ ചോദിക്കാൻ തുടങ്ങിയെങ്കിലും മാധവിന്റെ മുഖഭാവം കണ്ട് മിണ്ടാതിരുന്നു. വീട്ടിലെത്തിയ ശേഷം മാധവ് നേരെ ബാൽക്കണിയിലേക്കാണ് പോയത്. രാത്രിയിൽ അമ്മ ശോഭന അവനായി കാപ്പിയുമായി വന്നു. എന്താ മാധവ, നിനക്ക് പെണ്ണിനെ ഇഷ്ടപ്പെട്ടില്ലേ? അത് മുഖത്ത് നോക്കി പറഞ്ഞാൽ പോരായിരുന്നോ? നീ എന്തോ വല്ലാതെ അസ്വസ്ഥനാണല്ലോ. മാധവ് അമ്മയുടെ കയ്യിൽ പിടിച്ചു. അമ്മേ, ഞാനവിടെ ഒരു കാഴ്ച കണ്ടു. അയാൾ കേട്ടതും കണ്ടതും അമ്മയോട് വിവരിച്ചു. ആ പെൺകുട്ടി അശ്വതിയല്ല, മറ്റൊരാൾ. അടുക്കളയിൽ സ്വന്തം അമ്മ ആ കുട്ടിയെ തല്ലുന്നത് ഞാൻ കണ്ടു. ശാപം എന്നും മുടന്തി എന്നൊക്കെ വിളിച്ച്. ഒരു മൃഗത്തെപ്പോലെയാണ് അവരതിനോട് പെരുമാറുന്നത്. ശോഭനയുടെ മുഖം ദേഷ്യം കൊണ്ട് ചുവന്നു. ഇത്രയും ക്രൂരയായ ഒരു സ്ത്രീയോ? എനിക്കറിയില്ല അമ്മേ, പക്ഷേ ആ കുട്ടിയുടെ കരച്ചിൽ, ആ മുഖം, അതെന്റെ മനസ്സിൽ നിന്ന് പോകുന്നില്ല. അശ്വതിയുടെ സൗന്ദര്യത്തെക്കാൾ 1000 മടങ്ങ് ആഴമുണ്ട് ആ കണ്ണുവീരിന്. മാധവ് ഒരു നിമിഷം നിർത്തി. ഞാൻ അശ്വതിയെ വേണ്ട, എനിക്ക് വേണ്ടത് ആ പാവം പെൺകുട്ടിയാണ്. എനിക്ക് അവളെ വിവാഹം കഴിക്കണം. ശോഭന ഞെട്ടിയില്ല. അവർ തന്റെ മകനെ സൂക്ഷിച്ചു നോക്കി. അവന്റെ കണ്ണുകളിൽ വികാരമായിരുന്നില്ല, ഉറച്ച തീരുമാനമായിരുന്നു. മാധവ, നീ ഇതൊരു വികാരജീവിയാണ്, പക്ഷേ ഇതൊരു ജീവിതകാലത്തിന്റെ കാര്യമാണ്. ആ കുട്ടിക്കെന്തോ വൈകല്യമുണ്ടെന്ന് നീ പറയുന്നു. നമ്മുടെ ബന്ധുക്കൾ, സമൂഹം. ഉണ്ടമ്മേ, നടക്കാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ് അവളുടെ അമ്മ അവളെ ശാപമെന്ന് വിളിക്കുന്നത്. സമൂഹം എന്തു ചിന്തിച്ചാലും എനിക്കൊന്നുമില്ല. ആ കുട്ടിയെ ആ നരകത്തിൽ ഒരു ദിവസം കൂടി നിർത്താൻ എനിക്ക് കഴിയില്ല. ശോഭന ദീർഘം നിശ്വസിച്ചു. ഒരു വൈകല്യം ശാപമാകുന്നതെങ്കിൽ മനുഷ്യത്വമില്ലാത്തതാണ് ഏറ്റവും വലിയ ശാപം. ആ സാവിത്രിയാണ് ശരിക്കും ശാപം പിടിച്ചവൾ. അവർ തന്റെ മകന്റെ തോളിൽ കൈവച്ചു. നിന്റെ തീരുമാനം പക്വതയുള്ളതാണ്. പണവും സൗന്ദര്യവുമല്ല, മനസ്സമാധാനമാണ് ജീവിതത്തിൽ വേണ്ടത്. നിന്റെ അച്ഛനുണ്ടായിരുന്നെങ്കിലും ഇത് തന്നെ പറഞ്ഞേനെ. ആ കുട്ടിയെ ഈ നരകത്തിൽ നിന്ന് രക്ഷിക്കാൻ നിനക്ക് കഴിയുമെങ്കിൽ അതിൽ പരം പുണ്യം വേറെയില്ല. നിന്റെ ഈ തീരുമാനത്തിന് എന്റെ പൂർണ്ണ പിന്തുണയുമുണ്ട്. മാധുരിന്റെ മനസ്സ് ശാന്തമായി. അവനൊരു തീരുമാനമെടുത്തിരുന്നു. വിധി മാറ്റിയെഴുതാൻ പോകുന്ന ഒരു തീരുമാനം. പിറ്റേന്ന് രാവിലെ 10 മണിക്ക് തന്നെ ബ്രോക്കർ ശങ്കരന്റെ ഫോൺ സാവിത്രിയുടെ വീട്ടിലെത്തി. സാവിത്രി, ഭാഗ്യം, അവര് വരുന്നുണ്ട്. ചെക്കനും അമ്മയ്ക്കും പെണ്ണിനെ ഒത്തിരി ഇഷ്ടപ്പെട്ടു. കാര്യങ്ങൾ ഉറപ്പിക്കാൻ വരികയാണ്. സാവിത്രിയും അശ്വതിയുടെയും ഉള്ളിൽ ലഡു പൊട്ടി. ഞാൻ പറഞ്ഞില്ലേ മോളെ, നിന്റെ രാശി തെളിഞ്ഞു. സാവിത്രി അശ്വതിയെ കെട്ടിപ്പിടിച്ചു. ഇന്നലത്തേക്കാൾ മനോഹരമായി അണിഞ്ഞൊരുങ്ങി വീട് വീണ്ടും വൃത്തിയാക്കി പലഹാരങ്ങൾ നിരത്തി അവർ കാത്തിരുന്നു. മാധവിന്റെ കാർ മുറ്റത്ത് വന്ന് നിന്നപ്പോൾ അശ്വതി ഏറ്റവും മനോഹരമായ ചിരിയോടെ അവരെ സ്വീകരിക്കാൻ വാതിൽക്കൽ നിന്നു. പക്ഷെ ഇത്തവണ കാറിൽ നിന്നിറങ്ങിയ ശോഭനയുടെയും മാധവിന്റെയും മുഖം ഗൗരവത്തിലായിരുന്നു. ശോഭനയായിരുന്നു ആദ്യം സംസാരിച്ചത്. അവർ ഗൗരവത്തോടെ സാവിത്രിയുടെ മുഖത്തേക്ക് നോക്കി. സാവിത്രി, ഞങ്ങൾക്കൊരു കാര്യം സംസാരിക്കാനുണ്ട്. അതിനെന്താ, അകത്തിരുന്ന് സംസാരിക്കാം. സാവിത്രിയുടെ ചിരി മാഞ്ഞില്ല. വേണ്ട, ഇവിടെ നിന്ന് പറയാം. ശോഭനയുടെ ശബ്ദം കനത്തു. ഇന്നലെ മിഞ്ഞ മകൻ ഇവിടെ ഒരു സംഭവം കാണുകയുണ്ടായി, അടുക്കളയിൽ. സ്വന്തം മകളെ, അതും കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുള്ള ഒരു കുട്ടിയെ, ശാപമെന്നും ദോഷമെന്നും വിളിച്ച് തല്ലുന്ന നിങ്ങളെപ്പോലൊരു അമ്മയോട് എനിക്ക് സഹതാപമാണ്. അത് എന്റെ ദേഷ്യം കൊണ്ട്. അവളൊരു മന്ദബുദ്ധിയാണ്. മിണ്ടരുത്. ഇത്തവണ മാധവാണ് സംസാരിച്ചത്. നിങ്ങളുടെ ദേഷ്യമല്ല, ക്രൂരതയാണ് ഞാൻ കണ്ടത്. നിങ്ങളുടെ മകൾ അശ്വതിയുടെ സൗന്ദര്യമല്ല ഞങ്ങളുടെ സമ്പത്ത്. എന്റെ അമ്മ എന്നെ പഠിപ്പിച്ചത് മനുഷ്യത്വമാണ്.
അയാൾ സാവിത്രിയെയും അശ്വതിയെയും മറികടന്ന് വീടിനകത്തേക്ക് നോക്കി. മാളവിക എവിടെ? ആ കുട്ടിയെ ഇങ്ങോട്ട് വിളിക്ക്. വിറകുപുരയിൽ നിന്ന് ഭയന്ന് വിറച്ച് ഇന്നലത്തെ മുഷിഞ്ഞ വസ്ത്രത്തോടെ പുറത്തേക്ക് വന്ന മാളവികയെ കണ്ടപ്പോൾ മാധവിന്റെ നെഞ്ചു പിടഞ്ഞു. മാധവ സാവിത്രിക്ക് നേരെ തിരിഞ്ഞു. നിങ്ങൾക്ക് ഇത്രയും വലിയ വീടും പണവും തരാൻ എനിക്ക് കഴിഞ്ഞെന്ന് വരില്ല, അയാൾ അശ്വതിയെ നോക്കി പറഞ്ഞു. പിന്നെ സാവിത്രിയെ നോക്കി തുടർന്നു. പക്ഷേ നിങ്ങളുടെ മകൾക്ക് ഒരു ജീവിതം തരാൻ എനിക്ക് കഴിയും. അശ്വതിയെ അല്ല, എനിക്ക് വിവാഹം കഴിക്കാൻ താൽപ്പര്യം നിങ്ങളുടെ മൂത്ത മകൾ മാളവികയെയാണ്. വീട്ടിലൊരു നിമിഷം സമ്പൂർണ്ണ നിശബ്ദത പരന്നു. ബ്രോക്കർ ശങ്കരൻ വാ പൊളിച്ചു നിന്നുപോയി. ആദ്യം പൊട്ടിത്തെറിച്ചത് അശ്വതിയാണ്. എന്ത്? ഈ മുടന്തിനെയോ? ഇവളെയോ? എന്നേക്കാൾ മികച്ചതാണോ ഇവൾ? നിങ്ങൾക്കെന്താ ഭ്രാന്തുണ്ടോ? ഞങ്ങളെ അപമാനിക്കാൻ വന്നതാണോ? സാവിത്രി തളർന്നിരുന്നുപോയി. അവരുടെ സ്വപ്നങ്ങളെല്ലാം ഒരു നിമിഷം കൊണ്ട് തകർന്നു. ഇത് നടക്കില്ല, ഇത് നാണക്കേടാണ്. നാട്ടുകാരെന്താ പറയും? ദോഷമുള്ള പെണ്ണാണ്. ഇവളെ കെട്ടിയാൽ നിങ്ങളുടെ കുടുംബം മുടിയും. ഞാൻ അന്ധവിശ്വാസിയല്ല സാവിത്രി, ശോഭന തറപ്പിച്ചു പറഞ്ഞു. ദോഷം നിങ്ങളുടെ മനസ്സിലാണ്, അല്ലാതെ ആ പാവം കുട്ടിയുടെ കാലിലല്ല. ഞങ്ങൾക്ക് ഈ കുട്ടിയെ മതി. മാളവികയെ തന്നാൽ ഇപ്പോൾ ഈ നിമിഷം ഞങ്ങൾ കൊണ്ടുപോകാം. എല്ലാവരും മാളവികയെ നോക്കി. അവൾക്ക് ഒന്നും മനസ്സിലാകുന്നുണ്ടായിരുന്നില്ല. ഇതെന്തൊരു തമാശയാണ്. അവൾ ഭയം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു. മാധവ് സ്നേഹത്തോടെ സൗമ്യമായി അവളുടെ അടുത്തേക്ക് ചെന്നു. അവൾ ഭയന്ന് പിന്നോട്ടു മാറി. പേടിക്കണ്ട, ഞാൻ നിന്നെ ഉപദ്രവിക്കില്ല. ഇന്നലെ നിന്റെ അമ്മ നിന്നെ തല്ലുന്നത് ഞാൻ കണ്ടു. ഈ നരകത്തിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണ്ടേ? മാളവിക അയാളുടെ മുഖത്തേക്ക് നോക്കി. ആ കണ്ണുകളിൽ അവൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത അനുകമ്പയും സത്യസന്ധതയും നിറഞ്ഞിരുന്നു. എനിക്ക് ആരെയും അറിയില്ല ഞാൻ എന്നവൾ ശബ്ദം താഴ്ത്തി പറഞ്ഞു. നീ എന്നെ വിശ്വസിക്കണം. എന്റെ കൂടെ വന്നാൽ ഇനി നിന്റെ കണ്ണ് നിറയില്ല. നിനക്കൊരു പുതിയ ജീവിതം ഞാൻ തരാം, എന്റെ ഭാര്യയായി. നിനക്ക് സമ്മതമാണോ? മാളവിക അമ്മയെ നോക്കി. സാവിത്രിയുടെ കണ്ണുകളിൽ പകയും വെറുപ്പുമായിരുന്നു. അശ്വതിയുടെ മുഖത്ത് പുച്ഛവും. ഈ വീട്ടിൽ നിന്നാൽ താൻ മരിച്ചു ജീവിക്കുമെന്ന് അവൾക്കുറപ്പായിരുന്നു. അവൾ മാധവിന്റെ മുഖത്തേക്ക് വീണ്ടും നോക്കി. പിന്നെ വിറയ്ക്കുന്ന കൈകളോടെ തന്റെ ജീവിതത്തിലെ ആദ്യത്തെ ഉറച്ച തീരുമാനമെടുത്തു. അവൾ അവന്റെ നേരെ പതുക്കെ തലയാട്ടി. അവരുടെ സമ്മതം കിട്ടി. നമുക്ക് പോകാം അമ്മേ, മാധവ് പറഞ്ഞു. എന്റെ മോളെ അങ്ങനെ കൊണ്ടുപോകാൻ പറ്റില്ല. പോലീസ് കേസ് കൊടുക്കും ഞാൻ. നാണക്കേടാണിത്, സാവിത്രി അലറി. എന്നാൽ നിയമപരമായി നീങ്ങാം. പ്രായപൂർത്തിയായ മകളെ ഗാർഹിക പീഡനത്തിന് ഇരയാക്കുന്നതിന് എനിക്കിപ്പോൾ പോലീസിനെ വിളിക്കാം സാവിത്രി. സാക്ഷിയായി ഞാനുണ്ട്. ശോഭനയുടെ ശബ്ദമുയർന്നു. അതൊരു ഭീഷണിയായിരുന്നില്ല, ഉറപ്പായിരുന്നു. സാവിത്രി നിശബ്ദയായി. മാധവ് തന്റെ കാറിന്റെ പിൻവാതിൽ തുറന്നു. കയറ്, മാളവിക. തന്റെ മുഷിഞ്ഞ വസ്ത്രത്തോടെ വിറയ്ക്കുന്ന കാലടികളോടെ ജീവിതത്തിൽ ആദ്യമായി ഒരു കാറിൽ കയറുമ്പോൾ മാളവിക ആ നരകത്തിൽ നിന്ന് പടിയിറങ്ങുകയായിരുന്നു. അതൊരു പുതിയ ലോകത്തിലേക്കും പുതിയ ആകാശത്തിലേക്കുമുള്ള അവരുടെ ആദ്യ ചുവടുവെപ്പായിരുന്നു. അടുത്ത ദിവസം തന്നെ രജിസ്ട്രാർ ഓഫീസിൽ വെച്ച് ലളിതമായ ഒരു വിവാഹം നടന്നു. സാക്ഷിയായി ശോഭനയും പ്രിയയും മാത്രം. സാവിത്രിയോ അശ്വതിയോ വന്നില്ല. മാധവിന്റെ വലിയ വീട്ടിലേക്ക്, ശോഭനാ നിവാസിലേക്ക് മാളവിക കാലുകുത്തിയത് അടക്കാനാവാത്ത ഭയത്തോടെയാണ്. മാർബിൾ പതിച്ച നിലം, വിശാലമായ മുറികൾ, വിലകൂടിയ ഫർണിച്ചറുകൾ, ഭിത്തിയിൽ തൂക്കിയിട്ടുള്ള വലിയ ചിത്രങ്ങൾ. താൻ കണ്ടിട്ടുള്ള ലോകമേ ആയിരുന്നില്ല അത്. അവളെ സ്വീകരിക്കാൻ യൂണിഫോം ധരിച്ച ജോലിക്കാർ നിരന്നു നിന്നു. ഇതാണ് ഈ വീട്ടിന്റെ പുതിയ യജമാനത്തി, മാളവിക മാധവ്. ശോഭന അവരെ പരിചയപ്പെടുത്തി. മാളവിക ഭയന്ന് മാധവിന്റെ പിന്നിൽ ഒളിച്ചു. എനിക്കിതൊന്നും ശീലമില്ല, എനിക്ക് പേടിയാവുന്നു, അവൾ മന്ത്രിച്ചു. നീ ഇനി ഒന്നും ശീലിക്കേണ്ടതില്ല. നീയായിരുന്നാൽ മതി. ബാക്കിയെല്ലാം തനിയെ വന്നോളും. മാധവ് അവളുടെ തണുത്ത കൈയിൽ മുറുകെ പിടിച്ചു. ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ അവൾക്ക് പീഡനതുല്യമായിരുന്നു. സ്വന്തം മുറിയിലെ പഞ്ഞിപോലെ മൃദുലമായ വലിയ കട്ടിലിൽ അവൾക്ക് ഉറക്കം വന്നില്ല. പാതിരാത്രിയിൽ അവൾ എഴുന്നേറ്റ് തറയിൽ കിടക്കാൻ ശ്രമിച്ചു. മാളു എന്ന് മാധവ് അവളെ സ്നേഹത്തോടെ വിളിച്ചു. നീ എന്തിനാ പേടിക്കുന്നത്? ഇതെല്ലാം ഇനി നിന്റേതു കൂടിയാണ്. നീ ഈ കട്ടിലിന് അർഹയാണ്. ഞാൻ ഇതിനൊന്നും അർഹയല്ല. ഞാൻ മുടന്തിയല്ലേ, ശാപം പിടിച്ചവളല്ലേ. അമ്മ പറഞ്ഞത് ശരിയാ. അവളുടെ കണ്ണുകൾ നിറഞ്ഞു. വർഷങ്ങളായി സാവിത്രി അവളുടെ മനസ്സിൽ കോറിയിട്ട വാക്കുകൾ മായ്ക്കാൻ എളുപ്പമല്ലായിരുന്നു. നീ ശാപം പിടിച്ചവളല്ല, നീ അനുഗ്രഹമാണ്. എന്റെ ജീവിതത്തിലേക്ക് വന്ന അനുഗ്രഹം. ഇനി ആരും നിന്നെ അങ്ങനെ വിളിക്കില്ല. മാധവം അവളെ ചേർത്തുപിടിച്ചു. അവൾക്ക് നല്ല വസ്ത്രങ്ങൾ വാങ്ങി നൽകി. പക്ഷെ അവൾ അത് അണിയാൻ മടിച്ചു. ഇതൊന്നും എനിക്ക് ചേരില്ല, എനിക്ക് പഴയത് മതി. ശോഭന ഒരു അമ്മയുടെ വാത്സല്യത്തോടെ ഇടപെട്ടു. മോളെ, സൗന്ദര്യം വസ്ത്രത്തിലല്ല, നിന്റെ മനസ്സിലാണ്. നിന്റെ മനസ്സിലെ ഭയം കളഞ്ഞാൽ നീയാണ് ലോകത്തിലെ ഏറ്റവും സുന്ദരി. നീ ചിരിക്കുമ്പോൾ നീ എത്ര സുന്ദരിയായെന്ന് നീ അറിയുന്നുണ്ടോ? പ്രിയ, മാധവന്റെ അനിയത്തി, അവരുടെ മുടി ചീകിക്കൊടുത്തു. പുതിയ കാര്യങ്ങൾ സംസാരിച്ചു. ചേച്ചി, നമുക്ക് സിനിമയ്ക്ക് പോകാം. ചേച്ചിക്ക് ഐസ്ക്രീം ഇഷ്ടമാണോ? പതിയെ പതിയെ
ആ സ്നേഹത്തിന്റെ കവചത്തിനുള്ളിൽ അവൾ സുരക്ഷിതത്വം അനുഭവിക്കാൻ തുടങ്ങി. മാധവ് അതിയായ ക്ഷമയോടെ കാത്തിരുന്നു. അവൻ അവളോടൊരു ഭർത്താവിന്റെ അവകാശത്തോടെയല്ല, ഒരു സുഹൃത്തിന്റെ കരുതലോടുകൂടിയാണ് പെരുമാറിയത്. അവർ 2 മുറികളിലാണ് ഉറങ്ങിയിരുന്നത്. അവളെ പൂന്തോട്ടത്തിലേക്ക് കൊണ്ടുപോയി ഓരോ റോസാച്ചെടിയെക്കുറിച്ചും സംസാരിച്ചു. ബിസിനസ് തിരക്കുകൾക്കിടയിലും ഉച്ചയ്ക്ക് അവളെ ഫോൺ വിളിച്ചു. "നീ എന്താ പഠിച്ചത്?" അവൻ ഒരു ദിവസം ചോദിച്ചു. "10ാം ക്ലാസ് പാസ്സായി. പിന്നെ അമ്മ നിർത്തിച്ചു. അടുക്കളപ്പണിക്ക് പഠിപ്പ് വേണ്ടല്ലോ. ഇനി നിനക്ക് പഠിക്കാം. നിനക്ക് എന്താണോ ഇഷ്ടം അത് ചെയ്യാം. നിന്നെ ആരും ഒന്നിനും നിർബന്ധിക്കില്ല." മാധവ് ഉറപ്പു നൽകി. അവളുടെ ഉള്ളിലെ ആഴത്തിലുള്ള മുറിവുകൾ ഉണങ്ങാൻ സമയമെടുക്കുമെന്നവൻ അറിയാമായിരുന്നു. ഒരു ദിവസം ശോഭന അടുക്കളയിൽ നിൽക്കുമ്പോൾ മാളവിക അറിയാതെ എന്തോ ഒരു പാട്ട് മൂളുന്നത് കേട്ടു. അതിമധുരമായ, എന്നാൽ അതിലേറെ വേദന നിറഞ്ഞ ഒരു ശബ്ദം. "മോളെ, ഒന്നുകൂടി പാടിക്കേ," ശോഭന ആവശ്യപ്പെട്ടു. അവൾ ഞെട്ടി നാണിച്ച് തലതാഴ്ത്തി. "ഒന്നുമില്ലമ്മേ, ഞാൻ വെറുതെ." "സാരല്ല, പാട്. എനിക്ക് വേണ്ടിയല്ലേ." ശോഭന നിർബന്ധിച്ചു. അവൾ പാടി. "സൂര്യകാന്തി സൂര്യകാന്തി സ്വപ്നം കാണുവതാരെ" എന്ന മുറിഞ്ഞുപോയ ഒരു പഴയ പാട്ട്. പക്ഷെ ആ ശബ്ദത്തിലെ വേദനയും മാധുര്യവും ശോഭനയുടെ കണ്ണു നനച്ചു. അന്ന് വൈകുന്നേരം മാധവ് വന്നപ്പോൾ അവർ പറഞ്ഞു, "നമ്മുടെ വീട്ടിൽ ഒരു ഗായികയുണ്ട്, നീ അറിഞ്ഞോ?" മാധവിന്റെ നിർബന്ധത്തിൽ വിറയലോടെ അവൾ അവനുവേണ്ടി പാടി. അവന്റെ കണ്ണുകൾ വിടർന്നു. "മാളു, ഇത്രയും മനോഹരമായ ശബ്ദമായിരുന്നോ നിന്റെ ഉള്ളിൽ? എന്തുകൊണ്ടാ നീ ഇതുവരെ പറയാത്തത്?" അവരുടെ ജീവിതത്തിൽ ആദ്യമായിട്ട് അവരുടെ ഒരു കഴിവിന് പ്രശംസ കിട്ടുകയായിരുന്നു. അവൾ അറിയാതെ ലജ്ജയോടെ ഒന്ന് ചിരിച്ചുപോയി. അവരുടെ വൈകല്യമായിരുന്നു അടുത്ത പ്രശ്നം. "ഇതൊരു ജന്മനാ ഉള്ള പ്രശ്നമല്ല. ആ പനി വന്നപ്പോൾ സംഭവിച്ചതാണ്. ചിലപ്പോൾ ഫിസിയോതെറാപ്പിയോ ചെറിയ സർജറിയോ കൊണ്ട് ഭേദമാക്കാം," മാധവ് പറഞ്ഞു. അവൻ അവളെ നഗരത്തിലെ ഏറ്റവും വലിയ ഓർത്തോ ഡോക്ടറെ കാണിച്ചു. ഒരുപാട് പരിശോധനകൾക്ക് ശേഷം ഡോക്ടർ പറഞ്ഞു, "പോസ്റ്റ് പോളിയോ സിൻഡ്രോം പോലെയാണ്. അന്ന് കൃത്യമായ ചികിത്സ കിട്ടാത്തതുകൊണ്ട് മസിലുകൾ ദുർബലമായതാണ്. നമുക്ക് ശ്രമിക്കാം. ഫലം ഉറപ്പില്ല, പക്ഷേ നിരന്തരമായ ഫിസിയോതെറാപ്പിയിലൂടെ വലിയ പുരോഗതി ഉണ്ടാക്കാൻ സാധിക്കും." അതൊരു പുതിയ തുടക്കമായിരുന്നു. വേദനാജനകമായ ഫിസിയോതെറാപ്പി സെഷനുകൾ. ഓരോ ചവിടും വയ്ക്കുമ്പോഴും അവൾ വേദന കൊണ്ട് പൊളഞ്ഞു. പലതവണ അവൾ നിർത്താൻ ആഗ്രഹിച്ചു. "എന്നെക്കൊണ്ട് വയ്യ മാധവേട്ടാ," അവൾ കരഞ്ഞു. "ഇല്ല മാളു, നിനക്ക് പറ്റും. ഒരു ചവിടുകൂടി. എനിക്ക് വേണ്ടി." മാധവ് എല്ലാ ദിവസവും ആശുപത്രിയിൽ പോയി അവളുടെ കൈ പിടിച്ചു കൂടെ നടന്നു. അവളുടെ ഓരോ ചെറിയ പുരോഗതിയിലും അവൻ ആവേശഭരിതനായി. 6 മാസം കഴിഞ്ഞപ്പോൾ അത്ഭുതം സംഭവിച്ചു. ഊന്നുവടിയുടെ സഹായമില്ലാതെ മുടന്തലിന്റെ വേഗത കുറച്ച് അവൾക്ക് നടക്കാൻ സാധിച്ചു. പൂർണ്ണമായും മാറിയില്ല, പക്ഷെ ആ മാറ്റം അവളുടെ ആത്മവിശ്വാസത്തെ ആകാശത്തോളം ഉയർത്തി. പുതിയ നടത്തിനൊപ്പം അവൾ മാനസികമായും മാറി. കണ്ണാടിക്ക് മുന്നിൽ നിൽക്കുമ്പോൾ അവൾക്ക് ഇപ്പോൾ തന്നെ വെറുപ്പ് തോന്നിയില്ല. അവൾ ചിരിക്കാൻ പഠിച്ചു. മാധവിനോടും ശോഭനയോടും പ്രിയയോടും തമാശകൾ പറയാൻ തുടങ്ങി. വീടിന്റെ ഭരണം അവൾ പതിയെ ഏറ്റെടുത്തു. ജോലിക്കാരോട് എന്തു വേണമെന്ന് നിർദ്ദേശിക്കാൻ പഠിച്ചു. "എനിക്കൊരു കാര്യം ചെയ്യണം," അവൾ ഒരു ദിവസം മാധവിനോട് പറഞ്ഞു. "എന്താ?" "എനിക്ക് പാട്ട് പഠിക്കണം, ശാസ്ത്രീയമായി." മാധവ് അടുത്ത ദിവസം തന്നെ കർണാടക സംഗീതം പഠിപ്പിക്കാൻ ഒരു ടീച്ചറെ ഏർപ്പാടാക്കി. അവരുടെ ജീവിതം സംഗീതവും ഫിസിയോതെറാപ്പിയും സ്നേഹവും കൊണ്ട് നിറഞ്ഞു. ഈ സമയത്തെല്ലാം സാവിത്രിയുടെയും അശ്വതിയുടെയും ജീവിതം തകരുകയായിരുന്നു. മാധവൻ എന്ന കോടീശ്വരനെ കിട്ടാതെ പോയതിലുള്ള ദേഷ്യവും അസൂയയും അവരെ കാർന്നു തിന്നു. അശ്വതിക്ക് വന്ന മറ്റൊരാലോചന. മാധവ് വേണ്ടെന്ന് വെച്ച പെണ്ണല്ലേ, എന്തോ ദോഷമുണ്ടാകുമെന്ന് പറഞ്ഞു മുടങ്ങി. അശ്വതിയുടെ ദേഷ്യം മുഴുവൻ സാവിത്രിയോടായി. "എല്ലാം അമ്മ കാരണമാ. അന്നാ മുടന്തി അടുക്കളയിൽ പൂട്ടിയിട്ടിരുന്നെങ്കിൽ ഇതൊന്നും സംഭവിക്കില്ലായിരുന്നു. എന്റെ ജീവിതം പോയി." രാഘവന്റെ മദ്യപാനം കൂടി. കടം കയറി വീട് ജപ്തിയുടെ വക്കിലെത്തി. ഒരു ദിവസം പണത്തിനായി സാവിത്രി ശോഭനാ നിവാസിന്റെ ഗേറ്റ് കടന്നുവന്നു. അവർ മുറ്റത്തുനിന്ന് അലറി വിളിച്ചു, "എടി മാളവിക, നീ അവിടെ സുഖിക്കുകയാണല്ലേ? പെറ്റ തള്ളയ്ക്ക് തിന്നാനില്ല. കുറച്ച് പണമിങ്ങെടുക്ക്. ഇത് നിങ്ങളുടെ കൂടി വീടായിരുന്നു. നിനക്ക് ഓഹരിയുണ്ട്." മാളവിക ആ ശബ്ദം കേട്ടു ഭയന്ന് വിറച്ചു. പഴയ ഓർമ്മകൾ അവളെ വേട്ടയാടി. അവൾ മുറിയിൽ ഒളിക്കാനൊരുങ്ങി. പക്ഷേ ശോഭനയാണ് പുറത്തിറങ്ങി ചെന്നത്. "ഇത് നിങ്ങളുടെ പഴയ വീടല്ല സാവിത്രി. മര്യാദയ്ക്ക് സംസാരിച്ചാൽ അകത്ത് കയറ്റാം. എന്റെ മോളെ മയക്കിയെടുത്ത് കൊണ്ടുവന്നതല്ലേ. എനിക്ക് ജീവനാംശം തരണം. അവൾക്ക് കിട്ടുന്ന സുഖസൗകര്യങ്ങളുടെ പങ്ക് എനിക്കും വേണം. നിങ്ങൾ മകളെ വിറ്റ കാശല്ല ഞങ്ങളുടെ കയ്യിലുള്ളത്," ശോഭന ശാന്തമായി പറഞ്ഞു. മാധവ് ഓഫീസിൽ നിന്ന് വന്നതേ ഉണ്ടായിരുന്നു. അവൻ പുറത്തു വന്നു. "അമ്മേ, പോലീസിനെ വിളിക്കണോ?" "വേണ്ട." മാധവ് ഒരു ചെക്ക് ബുക്ക് എടുത്തു. ഒരു തുക എഴുതി സാവിത്രിക്ക് നേരെ നീട്ടി.
ഇത് നിങ്ങളുടെ മകളെ ഇത്രയും കാലം ദ്രോഹിച്ചതിനുള്ള പിഴയല്ല, നിങ്ങളുടെ ദാരിദ്ര്യത്തിനുള്ള ഭിക്ഷയാണ്. ഇനി ഒരിക്കൽ കൂടി ഈ പടി ചവിട്ടിയാൽ ഞാൻ നിയമപരമായി നീങ്ങും. എന്റെ ഭാര്യയെ ശല്യം ചെയ്യരുത്. മാധവ് പണവുമായി പടിയിറങ്ങി. സാവിത്രി പടിയിറങ്ങുമ്പോൾ മാളവിക ജനലിലൂടെ അത് കണ്ടു. ആദ്യമായി അവൾക്ക് അമ്മയോട് തോന്നിയത് ഭയമായിരുന്നില്ല, സഹതാപമായിരുന്നു. മാധവിന്റെ ബന്ധുക്കളുടെയും ബിസിനസ് സുഹൃത്തുക്കളുടെയും ഇടയിൽ പുതിയ കല്യാണം ഒരു ചർച്ചാവിഷയമായിരുന്നു. ആ സുന്ദരിയായ അശ്വതിയെ വേണ്ടെന്ന് വെച്ച് കാരിനു വയ്യാത്തൊരു പെണ്ണിനെയാണത്രേ കെട്ടിയത്. എന്തോ മാരണം ചെയ്തിട്ടുണ്ടാകും. ശോഭനയുടെ അനിയത്തി വസന്ത വീട്ടിൽ വന്നപ്പോൾ മാളവികയെ അടിമുടി നോക്കി. ചേച്ചി, ഇതെന്തൊരു തീരുമാനമായിരുന്നു? നമ്മുടെ സ്റ്റാറ്റസിന് ചേർന്നതാണോ ഇത്? ഇവൾക്ക് നാലാളുടെ മുന്നിൽ വന്നു നിൽക്കാൻ അറിയോ? സ്റ്റാറ്റസ് നോക്കിയല്ല വസന്തേ, മനുഷ്യത്വം നോക്കിയാണ് ഞാൻ മകനെ വളർത്തിയത്. അവൾ എന്റെ മരുമകളാണ്. മാളവിക മാധവ്, ആ ബഹുമാനം അവൾക്ക് കിട്ടണം, ശോഭന തീർത്തു പറഞ്ഞു. മാധവ് ടെക്സ്റ്റൈൽസിന്റെ പുതിയ ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വലിയൊരു പാർട്ടി നടന്നു. നഗരത്തിലെ പ്രമുഖരെല്ലാം എത്തി. മാധവ് മാളവികയെ ഒരു കടും നീല നിറത്തിലുള്ള പട്ടുസാരി ഉടുപ്പിച്ച് മനോഹരാക്കി കൂടെ കൊണ്ടുപോയി. ഒരുപാട് ആഭരണങ്ങളില്ലാതെ, പക്ഷെ അന്തസ്സോടെ. അവൾ അപ്പോഴും അപകർഷതയോടെ അവന്റെ കയ്യിൽ മുറുകെ പിടിച്ചിരുന്നു. വസന്തയും മറ്റു ചില ബന്ധുക്കളും അവളെ കളിയാക്കി ചിരിക്കുന്നതവൾ കണ്ടു. ഈ ഡ്രസ്സൊക്കെ ഇട്ടാലും ആ നടപ്പ് കണ്ടാൽ കഷ്ടം. മാധവനെന്തു പറ്റിയോ എന്തോ? ആരോ പിറുപിറുത്തു. മാളവികയുടെ കണ്ണു നിറഞ്ഞു. ആ വലിയ ഹാളിൽ താൻ ഒറ്റപ്പെട്ടതുപോലെ അവൾക്ക് തോന്നി. അവൾ തിരികെ പോകാനായി തിരിഞ്ഞു. മാധവ് അത് കണ്ടു. അവൻ അവളുടെ കൈ തടഞ്ഞു. എങ്ങോട്ടാ? എനിക്ക് പോകണം. ഞാൻ നിങ്ങൾക്ക് നാണക്കേടാണ്. എല്ലാവരും എന്നെ നോക്കി ചിരിക്കുന്നു. മാധവ് ഒന്നും പറഞ്ഞില്ല. അവൻ മൈക്കിനടുത്തേക്ക് നടന്നു. എല്ലാവരുടെയും സംസാരം നിന്നു. സുഹൃത്തുക്കളെ, അവൻ തുടങ്ങി. എല്ലാവർക്കും ഈ പാർട്ടിയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങളെ ഒരാളെ പരിചയപ്പെടുത്താനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അവൻ മാളവികയുടെ കൈ പിടിച്ച് സ്റ്റേജിലേക്ക് കയറ്റി. അവളുടെ കൈ വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഇത് എന്റെ ഭാര്യ മാളവിക മാധവ്, എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ശക്തി, എന്റെ ബിസിനസിന്റെ പുതിയ പ്രചോദനം, എന്റെ പ്രണയം. അവൻ എല്ലാവരുടെയും മുന്നിൽ വെച്ച് അവളുടെ നെറ്റിയിൽ സ്നേഹത്തോടെ ചുംബിച്ചു. വസന്തയുടെയും മറ്റ് അപവാദം പറഞ്ഞവരുടെയും മുഖം വിളറി. ഹാളിൽ നിറഞ്ഞ കയ്യടി ഉയർന്നു. മാളവിക അവിശ്വസനീയതയോടെ ഭർത്താവിനെ നോക്കി. കണ്ണുകൾ നിറഞ്ഞത് അഭിമാനത്തിന്റെ കണ്ണുനീരായിരുന്നു. ആ നിമിഷം അവളുടെ ഉള്ളിലെ അവസാനത്തെ ഭയവും അലിഞ്ഞില്ലാതായി. സമൂഹം എന്തു പറഞ്ഞാലും തന്നെ ചേർത്തുപിടിക്കാൻ, തനിക്കുവേണ്ടി നിലകൊള്ളാൻ ഒരാളുണ്ടെന്ന തിരിച്ചറിവ്, അതായിരുന്നു അവളുടെ യഥാർത്ഥ പരിവർത്തനം. അവൾ മാധവിനെ നോക്കി ചിരിച്ചു. ആ ചിരിയിൽ പുതിയൊരു സ്ത്രീ ജനിക്കുകയായിരുന്നു. ആ പാർട്ടിക്ക് ശേഷം മാളവിക എന്ന പഴയ പെൺകുട്ടി മരിക്കുകയായിരുന്നു. പുതിയ മാളവിക മാധവ് ജനിച്ചു. അവൾ സംഗീത പഠനം ഗൗരവമായി തുടർന്നു. അതോടൊപ്പം അവൾ മാധവിന്റെ ഓഫീസിൽ പോകാൻ തുടങ്ങി. എനിക്കിത് വെറുതെ കണ്ടിരുന്നാൽ മതിയോ? എനിക്കും എന്തെങ്കിലും ചെയ്യണം, അവൾ ചോദിച്ചു. നിനക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ കണ്ടുപഠിച്ചോളൂ. മാധവ് ചിരിച്ചു. അവൾ വെറുതെ കണ്ടുപഠിക്കുകയല്ല ചെയ്തത്. മാധവ് ടെക്സ്റ്റൈൽസിന്റെ ഡിസൈൻ വിഭാഗത്തിൽ അവൾ ശ്രദ്ധ കേന്ദ്രീകരിച്ചു. ഫാക്ടറിയിൽ നെയ്യുന്ന സാരികളുടെ നിറങ്ങളെക്കുറിച്ചും ഡിസൈനുകളെക്കുറിച്ചും അവൾക്ക് വ്യക്തമായ അഭിപ്രായങ്ങളുണ്ടായിരുന്നു. നമ്മളെന്തിനാണ് എപ്പോഴും ഒരേപോലുള്ള ചുവപ്പും പച്ചയും ഡിസൈനുകൾ ഉണ്ടാക്കുന്നത്? പുതിയ തലമുറയ്ക്ക് വേണ്ടത് സിമ്പിളായ പേസ്റ്റൽ നിറങ്ങളാണ്, എന്നാൽ ആകർഷകമായ ഡിസൈനുകളുമാണ്, അവൾ ഒരു ഡിസൈൻ മീറ്റിംഗിൽ പറഞ്ഞു. മാനേജർമാർ അവളെ പുച്ഛത്തോടെ നോക്കി. പക്ഷേ മാധവ് അവൾക്ക് അവസരം നൽകി. നിനക്കിഷ്ടമുള്ളത് ചെയ്തോളൂ. മാളവികയുടെ ആശയങ്ങൾ അത്ഭുതങ്ങൾ സൃഷ്ടിച്ചു. അവൾ പരമ്പരാഗതമായ കാഞ്ചീപുരം ഡിസൈനുകളെ ആധുനികമായ പേസ്റ്റൽ നിറങ്ങളുമായി സംയോജിപ്പിച്ചു. അവൾ ഡിസൈൻ ചെയ്ത മാളവിക കളക്ഷൻ സാരികൾ വിപണിയിൽ തരംഗമായി. യുവാക്കൾക്കിടയിൽ അത് സ്റ്റാറ്റസ് സിംബലായി. ബിസിനസ്സിൽ അതുവരെയില്ലാത്ത ഒരു കുതിച്ചുചാട്ടമുണ്ടായി. മാധവ് അത്ഭുതപ്പെട്ടു. മാളു, നീ എന്റെ നിഴലല്ല, നീ എന്റെ വെളിച്ചമാണ്. നിന്റെ കഴിവ് ഞാൻ തിരിച്ചറിയാൻ വൈകി. അവൾ ഭർത്താവിന്റെ നിഴലിൽ അതുങ്ങാതെ സ്വന്തമായൊരു വ്യക്തിത്വം രൂപപ്പെടുത്തി. കമ്പനിയുടെ ക്രിയേറ്റീവ് ഹെഡായി അവൾ മാറി. ശോഭന ഇതെല്ലാം അഭിമാനത്തോടെ നോക്കിക്കണ്ടു. മാധവ, നിന്റെ അച്ഛന്റെ സാമ്രാജ്യം നോക്കി നടത്താൻ എനിക്കൊരു മകനേ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പോൾ എനിക്കൊരു മകളുമുണ്ട്. ഇവളാണ് ഈ വീടിന്റെയും ബിസിനസിന്റെയും ഭാവി. മാളവികയുടെ മാറ്റം ശാരീരികം മാത്രമായിരുന്നില്ല. അവൾ ഇംഗ്ലീഷ് സംസാരിക്കാൻ പഠിച്ചു, ബിസിനസ് മാനേജ്മെന്റ് കോഴ്സുകൾ ചെയ്തു. അവളുടെ നടത്തിലെ ചെറിയ മുടന്ത് അപ്പോഴേക്കും അവളുടെ ആത്മവിശ്വാസത്തിന് മുന്നിൽ അദൃശ്യമായിരുന്നു. അവൾ ജീവനക്കാർക്ക് പ്രിയപ്പെട്ടവളായി. തന്നോട് ആളുകൾ എങ്ങനെ പെരുമാറണമെന്ന് അവൾ മറ്റുള്ളവരെ പഠിപ്പിച്ചു. അവളുടെ ശബ്ദം ദൃഢവും വ്യക്തവുമായിരുന്നു. മാളവിക മേഡം എന്ന് അവർ അവളെ ബഹുമാനത്തോടെ വിളിച്ചു.
മാളവിക ഉയരങ്ങളിലേക്ക് പറക്കുമ്പോൾ സാവിത്രിയുടെ കുടുംബം തകർന്നടിയുകയായിരുന്നു. അച്ഛൻ രാഘവൻ മദ്യപാനം മൂത്ത് ചികിത്സിക്കാൻ പണമില്ലാതെ കിടപ്പിലായി മരിച്ചു. കടക്കാർ വീട് ജപ്തി ചെയ്തു. സാവിത്രിയും അശ്വതിയും നഗരത്തിലെ ചേരി പോലുള്ള ഒരു വാടക വീട്ടിലേക്ക് മാറി. സൗന്ദര്യം മാത്രം കൈമുതലുണ്ടായിരുന്ന അശ്വതിക്ക് ദാരിദ്ര്യത്തിൽ ജീവിക്കാൻ അറിഞ്ഞുകൂടാ. അവളുടെ സൗന്ദര്യം മങ്ങി, അഹങ്കാരം ദേഷ്യമായി മാറി. ഒരു ദിവസം നിവർത്തിയില്ലാതെ അശ്വതി ശോഭന നിവാസിലേക്ക് വന്നു. പക്ഷേ ഇത്തവണ വന്നത് ഗേറ്റിന് പുറത്തുനിന്നാണ്. അകത്തേക്ക് വരാനുള്ള ധൈര്യമുണ്ടായിരുന്നില്ല. ഓഫീസിൽ നിന്ന് വരികയായിരുന്ന മാളവികയുടെ കാറിനു മുന്നിൽ അവൾ കരഞ്ഞുകൊണ്ട് ചെന്നു വീണു. മാളവിക കാറിൽ നിന്നിറങ്ങി. പഴയ മുഷിഞ്ഞ വസ്ത്രക്കാരിയായ ഭയന്നു വിറച്ച ചേച്ചിയായിരുന്നില്ലത്. വില കൂടിയ കോട്ടൺ സാരിയെടുത്ത് ആത്മവിശ്വാസത്തോടെ നിൽക്കുന്ന മാളവിക മാധവ്. ചേച്ചി, ഞങ്ങളെ രക്ഷിക്കണം, അമ്മ പട്ടിണിയാ, ഞാൻ കാല് പിടിക്കാം. അശ്വതി അവളുടെ കാലിൽ വീഴാൻ നോക്കി. മാളവിക അവളെ പിടിച്ചുമാറ്റി. എഴുന്നേൽക്കശ്വതി. അവളുടെ ശബ്ദത്തിലെ ഗാംഭീര്യം അശ്വതിയെ ഞെട്ടിച്ചു. നീ എന്തിനാ ഇങ്ങോട്ട് വന്നത്? എന്നെ വീണ്ടും അപമാനിക്കാനോ? അല്ല, ക്ഷമിക്കണം, എനിക്ക് വേറെ വഴിയില്ല. അച്ഛൻ മരിച്ചു, ഞങ്ങൾ തെരുവില. അശ്വതി പൊട്ടിക്കരഞ്ഞു. മാളവിക ഒരു നിമിഷം നിശബ്ദയായി. അവൾ തന്റെ ഭൂതകാലം ഓർത്തു. അടുക്കളയിലെ ആ ഇരുട്ട്, വിറകുപുര, സാവിത്രിയുടെ അടി, അശ്വതിയുടെ പുച്ഛം. വൈകുന്നേരം ഞാൻ വരാം, അഡ്രസ്സതാ. അവൾ പണം നൽകാതെ കാറിൽ കയറിപ്പോയി. അന്നു വൈകുന്നേരം മാളവിക സാവിത്രിയെയും അശ്വതിയെയും കാണാൻ ആ വാടക വീട്ടിലേക്ക് ചെന്നു. ദയനീയമായിരുന്നു ആ കാഴ്ച. അഴുക്കും ദുർഗന്ധവും നിറഞ്ഞ മുറി. സാവിത്രി മകളെ കണ്ടതും കരയാൻ തുടങ്ങി. മോളെ, അമ്മയോട് ക്ഷമിക്ക്, എനിക്ക് തെറ്റുപറ്റി. അവൾ അവരുടെ മുന്നിലിരുന്നു. ഞാൻ ക്ഷമിച്ചിരിക്കുന്നു അമ്മേ, എന്നോട് ചെയ്ത ക്രൂരതകൾക്കെല്ലാം. കാരണം ആ ക്രൂരതകളാണ് എന്നെ ഇന്ന് കാണുന്ന ഞാനാക്കിയത്. നിങ്ങൾ എന്നെ തള്ളിവിട്ടത് ഒരു നരകത്തിലേക്കായിരുന്നില്ല, എന്റെ സ്വർഗത്തിലേക്കായിരുന്നു. അവൾ ഒരു താക്കോൽ അവർക്ക് നേരെ നീട്ടി. ഇതൊരു ചെറിയ വീടിന്റെ താക്കോലാണ്. ടൗണിൽ നിന്നു മാറി നിങ്ങൾക്ക് അവിടെ താമസിക്കാം. അശ്വതിക്ക് എന്റെ ഫാക്ടറിയിൽ ഒരു ജോലി ഞാൻ തരാം, പാക്കിംഗ് വിഭാഗത്തിൽ, സൂപ്പർവൈസറുടെ കീഴിൽ. അശ്വതി ഞെട്ടി. ഞാനോ? ഫാക്ടറിയിലോ? അതെ. വെറുതെ ഇരുന്ന് തിന്നാൻ ഇവിടെ ആരും പണം തരില്ല, അധ്വാനിക്കണം. ഇനിയുള്ള കാലം അമ്മയെ നോക്കേണ്ടത് നിന്റെ ഉത്തരവാദിത്തമാണ്. അവൾ തുടർന്നു. ഞാൻ നിങ്ങളെ സഹായിക്കും, പക്ഷേ എന്റെ കുടുംബത്തിൽ നിന്ന് നിങ്ങൾ അകന്നു നിൽക്കണം. നിങ്ങളുടെ നിഴലിനി എന്റെ ഭർത്താവിന്റെയോ അമ്മയുടെയോ മേൽ വീടരുത്. ഇത് സഹായമാണ്, ഒരു അവകാശമല്ല. മാളവിക അവിടെ നിന്ന് തിരിഞ്ഞു നടക്കുമ്പോൾ സാവിത്രിയും അശ്വതിയും നോക്കി നിന്നത് ഒരിരയെയല്ല, മറിച്ച് സ്വന്തം വിധി മാറ്റിയെഴുതിയ ശക്തയായൊരു സ്ത്രീയെയായിരുന്നു. വർഷങ്ങൾ കടന്നുപോയി. ശോഭനാ നിവാസിന്റെ പൂന്തോട്ടത്തിൽ ഊഞ്ഞാലിൽ തന്റെ 5 വയസ്സുകാരനായ മകൻ ആരവിനെ മടിയിലിരുത്തി മാളവിക ആട്ടുകയായിരുന്നു. മാധവ് അടുത്തുനിന്ന് ചിരിയോടെ അത് നോക്കി നിൽക്കുന്നു. അവളുടെ സംഗീതം പ്രശസ്തമായിരുന്നു. മാധവ് ടെക്സ്റ്റൈൽസ് ഇന്ത്യയിലെ ഏറ്റവും വലിയ ബ്രാൻഡുകളിൽ ഒന്നായി. ശോഭന പേരക്കുട്ടിയോടൊപ്പം സന്തോഷത്തോടെ വിശ്രമജീവിതം നയിച്ചു. അശ്വതി ഫാക്ടറിയിൽ ജോലി ചെയ്ത് സൂപ്പർവൈസറായി സ്ഥാനക്കയറ്റം നേടി അമ്മയെ നോക്കി ജീവിച്ചു. അവർ പിന്നീട് ഒരിക്കലും മാളവികയെ ശല്യം ചെയ്തില്ല. അമ്മേ, പാട്ടുപാടൂ, ആരോ പറഞ്ഞു. മാളവിക കണ്ണുകൾ അടച്ചു. അവൾ ഓർത്തു ആ ഇരുണ്ട അടുക്കളയിലെ ആ തണുത്ത തറ. ഈശ്വര, എന്നെ രക്ഷിക്കണമേ എന്ന് കരഞ്ഞു പ്രാർത്ഥിച്ചിരുന്ന ആ പഴയ പെൺകുട്ടിയെ. തന്നെ രക്ഷിക്കാൻ ഒരു മാലാഖ വരുമെന്നല്ല, താൻ തന്നെ ഒരു മാലാഖയായി മാറുമെന്നായിരുന്നു ആ പ്രാർത്ഥനയുടെ ഉത്തരം. അവൾ പാടാൻ തുടങ്ങി. അത് ഭയത്തോടെയുള്ള ഒരു അപേക്ഷയായിരുന്നില്ല, അടിച്ചമർത്തപ്പെട്ടവരുടെ നിലവിളിയായിരുന്നില്ല. അത് സ്നേഹവും സമാധാനവും നിറഞ്ഞ ഒരു നന്ദി പ്രകടനമായിരുന്നു. തനിക്ക് ജീവിതം നൽകിയതിന്, തന്നെ സ്നേഹിക്കാൻ പഠിപ്പിച്ചതിന്, മുറിവുകളെല്ലാം മായ്ക്കാൻ കഴിവുള്ള അനുകമ്പയ്ക്ക്, എല്ലാറ്റിനും ഉപരിയായി വിധി മാറ്റിയെഴുതാൻ തന്നെ പഠിപ്പിച്ച ആ പെണ്ണുകാണൽ ദിവസത്തിന്. അവളുടെ മധുരമായ ശബ്ദം ആകാശത്തേക്കുയർന്നു. മാധവ് അവളുടെ തോളിൽ കൈചേർത്തു. അവരുടെ ജീവിതം പൂർണ്ണമായിരുന്നു.